നമുക്കെല്ലാം വളരെ സുപരിചിതനായിട്ടുള്ള ഒരു ആക്ടറാണ്, തമിഴ് ആക്ടറാണ് വിജയ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ വെറുമൊരു നടൻ മാത്രമല്ല, അദ്ദേഹം തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് ഒരു 20-23% അല്ലെങ്കിൽ ഒരുപക്ഷെ 25% വരെ വോട്ടുകൾ അദ്ദേഹം പിടിച്ചേക്കാം എന്ന് പറയുന്ന ധാരണയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ഒടുവിലത്തെ സിനിമ ഇപ്പോൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയായിരുന്നു ഈ പറയുന്ന ജാനുവരി 9-ന്. ജനനേത അല്ലെങ്കിൽ ജനനായകൻ എന്നുള്ളതാണ് ആ സിനിമ വന്നേക്കുന്നത്. തീർച്ചയായിട്ടും അത് രാഷ്ട്രീയം പറയുന്ന സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. അപ്പോൾ ആ രാഷ്ട്രീയം പറയുന്ന സിനിമയെ ഇപ്പോൾ റിലീസിന് വേണ്ടി ചില ഊരും പേരുമില്ലാത്ത ഒരു പരാതി മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞ് ആ ചിത്രത്തിൻ്റെ പേരിൽ എത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി വിധി പറയാൻ വേണ്ടി 9-ാം തീയതിയിലേക്ക് വെച്ചിരിക്കുകയാണ്. അതിനെതിരെ ഇവർ കൊടുത്തിട്ടുള്ള അപ്പീലൊക്കെ ഉണ്ട്. അപ്പോൾ അത് വിധി പറയാൻ വേണ്ടി ഇപ്പോൾ 9-ാം തീയതിക്ക് വെച്ചിരിക്കുകയാണ്. മിക്കവാറും തന്നെ അനുമതി കിട്ടുമായിരിക്കും. പക്ഷെ എന്താണെങ്കിലും 9-ാം തീയതി രാവിലെ ഇപ്പോൾ റിലീസ് നടക്കില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇത് സെൻസർ ബോർഡാണ് തടഞ്ഞേക്കുന്നത്. സെൻസർ ബോർഡ് എന്നിട്ട് ഒരു റിവൈസിങ് കമ്മിറ്റിക്ക് വീണ്ടും വിട്ടേക്കാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇതിനിടക്ക് കൂടി കേന്ദ്ര ഗവൺമെൻറ് അഥവാ CBI യഥാർത്ഥത്തിൽ വിജയ്ക്ക് മറ്റൊരു നോട്ടീസ് കൂടി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആ നോട്ടീസ് ഇഷ്യൂ ചെയ്തേക്കുന്നത് കരൂർ ദുരന്തത്തിൽ 41 പേർ കൊല്ലപ്പെട്ടതാണെന്ന് നമുക്കറിയാം. 70-ലേറെ പേർക്ക് പരിക്കേറ്റതാണ്. അപ്പോൾ അത്തരത്തിൽ പരിക്കേറ്റ വലിയൊരു ദുരന്തം അവർ സംഭവിച്ചു എന്നുള്ളത് അറിയാം. ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് വേണ്ടി മൊഴിയെടുക്കാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ട് വിജയ്ക്ക് വേണ്ടി. അപ്പോൾ വിജയ് എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം. പക്ഷേ ഇതൊന്നുമല്ല നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം തമിഴ്നാട് രാഷ്ട്രീയം എങ്ങോട്ടാണ് എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു ധാരണ അവിടെ കിട്ടിക്കഴിഞ്ഞിരുന്നു. ഒറ്റക്ക് അധികാരത്തിൽ വരണമെങ്കിൽ വർഷങ്ങളോളം ഇനി കാത്തിരിക്കേണ്ടി വരും, ഒരു പതിറ്റാണ്ടെങ്കിലും കാത്തിരിക്കേണ്ടി വരും എന്നുള്ളൊരു ധാരണ അവർക്ക് കിട്ടിയിരിക്കുന്നു. അപ്പോൾ അവർ വിജയിനെ ഇത്തരത്തിലുള്ള ചില സമ്മർദ്ദങ്ങളിൽ പെടുത്തി CBI അന്വേഷണത്തിലൊക്കെ പെടുത്തിക്കൊണ്ട് തന്നെ ഒരു സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് വിജയുമായിട്ടൊരു സഖ്യമുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ സഖ്യമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന AIDMKയുടെ ചില നേതാക്കളൊക്കെ തന്നെ വിജയോടൊപ്പം ചെന്ന് ചേർന്നിട്ടുണ്ട്. കൂടാതെ AIDMK തന്നെ വലിയ തോതിൽ ഒരു ചർച്ച നടത്താൻ വേണ്ടി വന്നിട്ടുണ്ട് ഇദ്ദേഹവുമായിട്ട്. ആ ചർച്ച നടത്തുമ്പോൾ അവർ 12 സീറ്റുകളാണ് യഥാർത്ഥത്തിൽ ചോദിച്ചേക്കുന്നത്. 20 സീറ്റുകളാണ് ചോദിച്ചേക്കുന്നത്. 12 സീറ്റുകൾ കൊടുക്കാം എന്നുള്ളത് വിജയ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 12 സീറ്റുകൾ കൊടുക്കുമ്പോൾ അത് ഒരു 15 വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ AIDMKയും വിജയും തമ്മിൽ സഖ്യമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ AIDMKയും വിജയും തമ്മിൽ സഖ്യമുണ്ടാവുകയും യഥാർത്ഥത്തിൽ BJPയോട് കൂടി ഒരു സഖ്യത്തിലാവുകയും, കാരണം BJP അവരുടെ ആശയപരമായ വലിയ എതിരാളിയാണ് എന്ന വിജയ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു തന്ത്രപരമായി ടാക്റ്റിക്കലി അത്തരത്തിലുള്ളൊരു സഖ്യം കൂടി ഉണ്ടായാൽ ഒരുപക്ഷെ DMK ഗവൺമെൻറ്റിനെ മറിച്ചിടാൻ കഴിയുന്ന ഒരു ശക്തിയായി ഇത്തരത്തിലുള്ളൊരു സഖ്യം രൂപപ്പെട്ടേക്കാം എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. ആ സംശയമില്ല എന്ന് മാത്രമല്ല, വിജയുടെ ഏറ്റവും വലിയ ഡിമാൻഡ് എന്ന് പറയുന്നത് വിജയ് മുഖ്യമന്ത്രിയാകണം എന്നുള്ളതാണ്. അപ്പോൾ വിജയ് മുഖ്യമന്ത്രിയാകാൻ ഇപ്പോൾ AIDMK ഏതാണ്ട് സമ്മതിച്ചിരിക്കുന്നു. കൂടാതെ നമുക്കറിയാം ഈ പറയുന്ന പോലെ അത് BJPയും സമ്മതിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. AIDMKയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള സെങ്കോട്ടയ്യൻ തന്നെ ഇപ്പോൾ വിജയോടൊപ്പം ചെന്ന് ചേർന്നുണ്ട്. കൂടുതൽ നേതാക്കൾ ഏതാണ്ട് മിഡിൽ ലെവലിലുള്ള നേതാക്കളും അണികളും ഒക്കെ വിജയോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ഏതാണ്ട് വേണമെങ്കിൽ DMKയെ മറിച്ചിടാൻ കഴിയുന്ന ഒരേ ഒരു ശക്തി ഉണ്ടാകണമെങ്കിൽ അത് വിജയിക്കായിരിക്കും കഴിയുക. ഇപ്പോൾ ഏതാണ്ട് 20-25% വോട്ടുണ്ടെന്നാണ് റഫ്ലി അവിടെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ കണക്കൂട്ടുന്നത്. അതൊരു 35-45% എത്തിക്കണമെന്ന് പറയുന്ന വലിയ ടാസ്ക് ഉണ്ട്. കാരണം DMK എപ്പോഴും 40% മുകളിൽ വോട്ടുണ്ട്. അപ്പോൾ ആ വോട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ള പരിശ്രമമാണുള്ളത്. ഇതിൽ എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള പോലെ വിജയുടെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത് 234 കോൺസ്റ്റിറ്റ്യുവൻസികളിലും അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ആൾക്കൂട്ടം വളരെ കൂടുതലാണ്. പക്ഷേ അത് കൃത്യമായിട്ടുള്ള ഒരു സംഘടനാ രൂപത്തിലേക്ക് എത്തിക്കാനും ഒരു ഓർഡർ കൊടുത്താൽ അവരെല്ലാവരും തന്നെ ചലിക്കുന്നവരാക്കി മാറ്റാനും ഒന്നും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഏതാണ്ട് ഒരു പ്രതിപക്ഷമില്ല എന്നുള്ള തോന്നലിൽ നിന്നും വിജയുടെ നേതൃത്വത്തിൽ BJPയും AIDMKയും കൂടി ചേർന്നുകൊണ്ടൊരു പ്രതിപക്ഷമായി മാറാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരുന്നു. അങ്ങനെ തെളിഞ്ഞു വന്നാൽ യഥാർത്ഥത്തിൽ DMK ഫേസ് ചെയ്യാൻ പോകുന്നത് അവരുടെ ഇതേവരെയുള്ള DMKയുടെ പറഞ്ഞ പോലെ കഴിഞ്ഞ 10 കൊല്ലത്തെ ചരിത്രത്തിൽ വലിയ രീതിയിലുള്ള ഒരു എതിർപ്പും വലിയ രീതിയിലുള്ള ഒരു ഫൈറ്റും ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം AIDMKയും ഈ വിജയുടെ പാർട്ടി TVKയും അതുപോലെ BJPയും ഒക്കെ ഒറ്റക്ക് നിന്നാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. പക്ഷെ അങ്ങനെ ഒറ്റക്ക് നിന്നാൽ തങ്ങളുടെ എല്ലാവരുടെയും തന്നെ നിലനിൽപ്പിന് വലിയ പ്രശ്നമാണെന്നും വിജയ്ക്കും ഒരുപക്ഷെ അങ്ങനെ വന്നാൽ ഒരു 5-10% വോട്ടിൻ്റെ കുറവിൽ വേണമെങ്കിൽ ഒരു 5 കൊല്ലം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നും അതിന് താങ്കൾക്ക് ക്ഷമയില്ല എന്നുമൊക്കെ കൃത്യമായി വിജയ്ക്ക് പറയാം. അതുകൊണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ തോതിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് 2026 ഏപ്രിൽ മെയ്യിലേക്ക്, അതായത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വെക്കുന്ന ഏതാണ്ട് അതേ സമയത്ത് തന്നെ അവിടെയും കളമൊരുക്കുന്നു എന്നുള്ളതാണ് വാസ്തവം.